സോ ഹേ ഗൈസ് വാട്സ്ആപ്പ് എല്ലാ മച്ചോടൊപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലെറ്റ്സ് പ്ലേ തുടങ്ങുകയാണ്. ഡിഫിക്കൽട്ടി ഹാർഡിലിട്ടിട്ട് വേൾഡ് ക്രിയേറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വേൾഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ഐലൻഡാണ്. നല്ല കാര്യം. അല്ല അങ്ങോട്ട് ഫോറസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചെറിയ വീടൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെ മുമ്പിൽ നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള മരം വെട്ടി തുടങ്ങി. നമുക്ക് ഒരു സ്റ്റോൺ ടൂൾസിലേക്ക് പെട്ടെന്ന് മാറണം. കാരണം മരം വെട്ടിയിട്ട് ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു പിക്കാക്സ് റെഡി ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആവാം. ഇവിടെ ഉള്ള സ്റ്റോണുകൾ കുറച്ച് വെട്ടിയെടുത്താൽ മതി. ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആവാം. അതിൻ്റെ മുമ്പിലെ കുറച്ച് സ്റ്റിക്ക് വെച്ചിട്ട് ഒരു പിക്കാക്സ് ഒരു ആക്സ്. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ബെഡാണ്. ഇല്ലെങ്കിൽ നൈറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടായിരിക്കും. നമ്മൾ AFK നിൽക്കുന്ന മാതിരി അവിടെ നിൽക്കേണ്ടി വരും. ഇവിടെ ഒന്നുണ്ട്. ഓക്കെ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബേസാണ്. നമുക്കൊരു ചെറിയ ബേസ് സെറ്റ് ചെയ്യാം. ചെറിയ ബേസ് സെറ്റ് ആയി കഴിഞ്ഞിട്ട് അടുത്ത വിസിറ്റിൽ നമുക്കൊരു വില്ലേജറിനെ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഈ അപ്ഡേറ്റിൽ നമുക്ക് മറ്റേ ലീസ് ചെയ്തുകൊണ്ട് നമുക്ക് വില്ലേജറിനെ കൊണ്ടുവരാൻ പറ്റും. ബോട്ടിൽ ലീസ് ചെയ്തുകൊണ്ട് നമുക്ക് വില്ലേജറിനെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ആ ഓഷൻ സൈഡിലായിട്ട് തന്നെ അവിടെയായിട്ട് തന്നെ നമുക്ക് ഒരു ചെറിയ ബേസ് തട്ടിക്കൂട്ടാം. ചെറിയൊരു വീട് അത്ര മാത്രം മതി. വലിയ വീടൊക്കെ ആയാൽ ചിലപ്പോൾ ശരിയാവും. അവിടെ ഒരു ചെറിയ ഐലാൻഡ് ഉണ്ട്. അങ്ങോട്ട് പോകുന്നതിനേക്കാളും പക്ഷേ ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ആവുന്നതാണ്. ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോളേ നമുക്ക് ഇവിടെ ചുമ്മാ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ടുണ്ടാവും കാണാൻ. ഓക്കെ നമ്മൾ ഇവിടെ ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു ചെറിയ ഔട്ട്ലൈൻ വരച്ച് വെക്കാം. അതിൻ്റെ മുമ്പിൽ നമുക്ക് ഈ കാണുന്നതെല്ലാം ഒന്ന് ഡെർട്ടാക്കി കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവും കാണാൻ. ഓക്കെ ഞാൻ ഇവിടെ ഒന്ന് നീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റോണൊക്കെ എടുത്ത് കാണുന്നത് ഗ്രാസൊക്കെ വെട്ടി കാണും. ചെറിയ വീടിൻ്റെ ഔട്ട്ലൈൻ മാത്രം ഇപ്പോൾ വരച്ച് വെക്കാം. അതിനുവേണ്ടി നമുക്കൊരു ചെറിയ ശവലെടുത്തിട്ട് ഒന്ന് ഉറങ്ങിയേക്കാം. ശവലെടുത്തിട്ട് ചുമ്മാ ഒന്ന് ഔട്ട്ലൈൻ വരച്ച് വെക്കാം. എൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ഇല്ല മൗസിൻ്റെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രോൾ ബട്ടൺ വർക്കാവത്തില്ല. ഇതൊരു ചെറിയ സീനായിട്ട് ഞാൻ കാണുന്നു. ഇതന്നെ ഔട്ട്ലൈൻ. ഇത് ചുമ്മാ ഒന്ന് ലെങ്ത് കൂട്ടി നോക്കിയതാ. കുഴപ്പമില്ല. എന്നാലും നമുക്കൊരു ചെറിയ വീട് മതി. എന്തിനാ വലുതൊക്കെ. അത് കാരണം ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കുറച്ച് സ്റ്റോണൊക്കെ വെച്ച് അടി സെറ്റ് ചെയ്യണം. ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്രൈൻഡിങ്ങിന് പോകും. കാരണം ഇവിടെ ഈ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഗ്രൈൻഡിങ്ങിന് വേണ്ടി പോകും. അത് കഴിഞ്ഞിട്ട് വന്ന് ബാക്കിയുള്ള പരിപാടി ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ടൈം ലാപ്സിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടിട്ട് വേണം. സോ ഹേ ഗൈസ് നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ തീർന്നു. ഏകദേശം ഇങ്ങനെയാണ് വീട് ഇപ്പം ഇരിക്കുന്നത്. ഇത് ഭാവിയിൽ നമുക്ക് വെത്തണമെങ്കിൽ വരുത്താൻ ഇത്രയും സംഭവമുണ്ട്. ഞാൻ ഈ സ്പ്രൂസ് എവിടെ നിന്ന് കണ്ടുപിടിച്ചിരുന്നത് ആ കാണുന്ന ഐലാൻഡ് തൊട്ടപ്പുറത്ത് ഒരു സ്പ്രൂസിൻ്റെ ഐലാൻഡ് ഉണ്ട്. ഇതുവഴി അങ്ങ് പോയി കഴിഞ്ഞാൽ കിട്ടും. ഞാൻ മരം വെട്ടാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതെടുത്തു. ഇതെന്തായാലും ഉപകാരപ്പെടും നമുക്ക് വിചാരിക്കാം. ഓക്കെ ഇൻറ്റീരിയർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. അതിൻ്റെ മുമ്പിൽ ഇവിടെ 2 പ്രാവശ്യം മറ്റേ വില്ലേജേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. വില്ലേജേഴ്സ് വന്നായിരുന്നു. ഞാൻ ഇവിടെ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടിക്കടി വന്ന് പോകുന്നുണ്ട്. നമ്മുടെ പിന്നെ വേറൊരു കാര്യം, ഞാൻ അപ്പുറത്ത് ഒരു കേവ് ഉണ്ട്. ഞാൻ ഈ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന്
ഒറ്റ ഒരെണ്ണം ഒരേ ഒരു അയൺ കിട്ടിയായിരുന്നു. കൂടുതലുണ്ടോയെന്ന് ഞാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര പറയാനുള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമില്ല. ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം, 2 വില്ലേജസിനെ കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്രീഡർ സെറ്റ് ചെയ്യണം. ബ്രീഡറും അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്കൊരു അയൺ ഫാമും സെറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലെ ഗോൾ ഇതൊക്കെ തന്നെയാണ്. ഈ വുഡ് ഞാൻ സീഡെല്ലാം കൂടെ നിരത്തിക്കൊണ്ട് വെച്ചത് ഇങ്ങനെയുണ്ട് സീൻ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ